ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രോച്ചസ് ടു ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിലെ പഠനത്തിലുള്ള വ്യത്യസ്ത സമീപനങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. അപ്രോച്ചസ് ടു ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിലെ പഠനത്തിനുള്ള വ്യത്യസ്ത സമീപനങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഒരു സബ്ജക്റ്റാണ് ഏത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്, അല്ലേ? BC 4-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ്. പ്രാചീന കാലഘട്ടത്തിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന് തുടക്കം കുറിച്ചത്, അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് ഗ്രീക്ക് ചിന്തകനായിരുന്ന അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ BC 4-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈ ഒരു സബ്ജക്റ്റ് കാലക്രമേണ പുരോഗതി പ്രാപിക്കുകയും അതിൽ വ്യത്യസ്ത സമീപനങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു, അല്ലേ? അതായത് BC 4-ാം നൂറ്റാണ്ടിലുണ്ടായ പൊളിറ്റിക്കൽ സയൻസ് അല്ല ഇന്നുള്ള പൊളിറ്റിക്കൽ സയൻസ്. അതിൻ്റെ വിഷയത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് വിഷയത്തിൽ വ്യത്യസ്ത സമീപനങ്ങൾ, വ്യത്യസ്ത അപ്രോച്ചുകളും എന്ത് ചെയ്തു, നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലെ രാഷ്ട്രീയ വിശകലനത്തിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പൊതുവെ രാഷ്ട്രീയ വിശകലനത്തിനുള്ള അപ്രോച്ചുകളെ, സമീപനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, അല്ലെ, പരമ്പരാഗത സമീപനങ്ങളുണ്ട്. അതുപോലെ തന്നെ മോഡേൺ അപ്രോച്ചുകൾ, ആധുനിക സമീപനങ്ങളുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലെ രാഷ്ട്രീയ വിശകലനത്തിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് അപ്രോച്ചുകളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, രണ്ടാമത്തെ മോഡേൺ അപ്രോച്ച്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ അപ്രോച്ചിനെ കുറിച്ചാണ്. ട്രഡീഷണൽ അപ്രോച്ചിൽ വരുന്ന പ്രധാനപ്പെട്ട സമീപനങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ട്രഡീഷണൽ അപ്രോച്ച്, പൊളിറ്റിക്കൽ സയൻസിലെ ട്രഡീഷണൽ അപ്രോച്ച് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ ആദ്യകാലത്തെ ചിന്തകന്മാർ മുന്നോട്ട് വെച്ച അപ്രോച്ചുകൾ, സമീപനങ്ങളെയാണ് നമ്മൾ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പഴക്കം ചെന്ന, ഒരുപാട് കാലം മുമ്പുള്ള പൊളിറ്റിക്കൽ സയൻസിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സമീപനങ്ങളാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ ആദ്യകാല ചിന്തകന്മാർ മുന്നോട്ട് വെച്ച സമീപനങ്ങളാണിവ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ട്രഡീഷണൽ അപ്രോച്ചിനെ നമുക്ക് പൊതുവായിട്ട് 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഉണ്ട്, രണ്ടാമത്തത് ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ട്, മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഉണ്ട്, നാലാമത്തെ ട്രഡീഷണൽ അപ്രോച്ചാണ് ലീഗൽ അപ്രോച്ച്. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് 4 ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, ഫിലോസഫിക്കൽ അപ്രോച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്, ലീഗൽ അപ്രോച്ച്. ഇനി നമുക്ക് ഇത് ഓരോന്നും കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗം നോക്കാം. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു സമീപനം കൂടുതൽ ശ്രദ്ധ നേടുന്നത്, അല്ലേ? അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൻ്റെ ആളുകൾ ചെയ്യുന്നത് കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ ചിന്തകളും സംഭവങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയ പ്രക്രിയകളെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ ചിന്തകളും സംഭവങ്ങളും വെച്ചിട്ട് ഇന്നത്തെ രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ചും രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വർത്തമാന കാലത്തെ മനസ്സിലാക്കാനും ഭാവിയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താനൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്നു. കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ സംഭവങ്ങളും രാഷ്ട്രീയ ചിന്തകളും ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരു രീതിക്കാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം മാക്കിയവല്ലി, എഡ്മണ്ട് ബർക്ക് ഇങ്ങനെയുള്ള ചിന്തകന്മാരൊക്കെ ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന സമീപനം സ്വീകരിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടല്ലോ? പൊളിറ്റിക്കൽ സയൻസിൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക ചിന്തകൻ എന്ന് പറയുന്നത് ജോർജ് സബൈനാണ്, അല്ലേ? അപ്പോൾ ജോർജ് സബൈന് എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തു. ഈ ബുക്ക് നമുക്ക് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക ചിന്തകന് ജോർജ് സബൈനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. അത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. എന്നാൽ കാൾ പോപ്പറെ പോലുള്ള ആൾക്കാർ
ഈ സമീപനത്തെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിനെ വിശേഷിപ്പിക്കുന്നത് ഹിസ്റ്റോറിസിസം എന്നാണ് കാൾ പോപ്പറെ പോലുള്ള പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. അദ്ദേഹം കൃത്യമായിട്ട് ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിനെ വിമർശിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമകാലിക ആശയങ്ങളും സങ്കല്പങ്ങളും ഉപയോഗിച്ച് ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനം സത്യസന്ധമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സമകാലിക ആശയങ്ങളും സങ്കല്പങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സത്യസന്ധം ആവില്ല എന്നാണ് കാൾ പോപ്പറെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിന് ചില വിമർശനങ്ങളും ഉണ്ട്. അതായത് വർത്തമാന കാലത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ കഴിഞ്ഞ കാലത്തെ ആശയങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിനെ വിമർശിക്കുന്നവർ പറയുന്നത്. മനസ്സിലായോ? കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഈ കാലത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലത്തെ ആശയങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല എന്നാണ് ആര് പറയുന്നത്? ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിനെ വിമർശിക്കുന്നവർ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ഫിലോസഫിക്കൽ അപ്രോച്ച്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു അപ്രോച്ചുകളിലൊന്നാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ നോർമാറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ എത്തിക്കൽ അപ്രോച്ച് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഫിലോസഫിക്കൽ അപ്രോച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രതിഭാസത്തെ, രാഷ്ട്രീയ കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി ഫിലോസഫിയെ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? രാഷ്ട്രീയ പ്രതിഭാസത്തെ വിലയിരുത്താൻ വേണ്ടി തത്വശാസ്ത്രത്തെ അല്ലെങ്കിൽ ഫിലോസഫിയെ ഉപയോഗിച്ചു കൊണ്ടുള്ള പഠനം ആണ് ആര് നടത്തുന്നത്? ഫിലോസഫിക്കൽ അപ്രോച്ച് സ്വീകരിക്കുന്നത്. മനസ്സിലായോ? ഈ സമീപനം രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മൂല്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട്, വാല്യൂസിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പഠനം നടത്തുന്ന രീതിയാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നീതി, സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ സന്തോഷം, ഇങ്ങനെയുള്ള മൂല്യങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആദ്യകാല രാഷ്ട്രീയ ചിന്തകന്മാർ മുന്നോട്ട് വെച്ച ഒരു അപ്രോച്ചാണ് ഏത്? ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം നീതി, സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ സന്തോഷം, ഇങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആദ്യകാല രാഷ്ട്രീയ ചിന്തകന്മാർ പഠനം നടത്തിയത്. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അതുപോലെ തന്നെ ജെറമി ബന്താം, ഇങ്ങനെയുള്ള ചിന്തകന്മാരൊക്കെ ഈ ഫിലോസഫിക്കൽ അപ്രോച്ച് ഉപയോഗിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓരൊക്കെ ഈ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മൂല്യങ്ങൾക്കാണ് അവരൊക്കെ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഫിലോസഫിക്കൽ അപ്രോച്ച് രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മൂല്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലേറ്റോ ഒരു മാതൃകാ രാഷ്ട്രം, ഒരു ഐഡിയൽ സ്റ്റേറ്റിനെ പറ്റി അല്ലെങ്കിൽ റിപ്പബ്ലിക്കിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീതിയുടെ അടിസ്ഥാനത്തിലാണ്. നീതി എന്ന് പറയുന്ന, ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു മൂല്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നീതി നല്ല രീതിയിൽ നടപ്പാക്കുന്ന രാഷ്ട്രത്തെയാണ് പ്ലേറ്റോ മാതൃകാ രാഷ്ട്രമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള പഠനത്തെയാണ് നമ്മൾ ഫിലോസഫിക്കൽ അപ്രോച്ച് സ്വീകരിക്കുന്നതായിട്ട് കണ്ടു. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ജെറമി ബന്താം, റൂസോ തുടങ്ങിയ ചിന്തകന്മാരൊക്കെ ഈ രാഷ്ട്രീയ സമുദായങ്ങളെ വിശകലനം ചെയ്തത് മൂല്യങ്ങൾക്കും ധാർമ്മികതക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ്. ഇപ്പോൾ ബന്താം പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി ജനങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കലാണ്. ജനങ്ങൾക്ക് മാക്സിമം സന്തോഷം കൊടുക്കുന്ന രാഷ്ട്രമാണ് ഏറ്റവും നല്ല രാഷ്ട്രം എന്നാണ് ജെറമി ബന്താമിനെ പോലുള്ള ആളുകൾ പറയുന്നത്. മനസ്സിലായ? സ്റ്റേറ്റിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹാപ്പിനെസ്, അല്ലേ, സന്തോഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബന്താമിനെ പോലുള്ള ചിന്തകന്മാർ പറയട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ മൂല്യങ്ങൾക്കും ധാർമ്മികതക്കും ഊന്നൽ നൽകിക്കൊണ്ട് ആണ് ഈ ആദ്യകാല രാഷ്ട്രീയ ചിന്തകന്മാർ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ബന്താം, റൂസോ ഒക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ, നിയമങ്ങൾ, നയങ്ങൾ ഇതിനൊക്കെ വിമർശനപരമായി വിലയിരുത്താനാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് ശ്രമിക്കുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, നിയമങ്ങൾ, നയങ്ങളൊക്കെ വിമർശനപരമായിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് ചെയ്യുന്നത്. ക്ലാസിക്കൽ പൊളിറ്റിക്കൽ തിയറികളെല്ലാം തന്നെ എന്താണ്? ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ശാസ്ത്രീയ നിരീക്ഷണത്തിലൂടെ വിലയിരുത്താൻ സാധിക്കുന്ന കണ്ടെത്തലുകൾ ആയിട്ട് നമുക്ക് ഒരിക്കലും എന്തിനാ കാണാൻ പറ്റൂല? ഫിലോസഫിക്കൽ അപ്രോച്ചിനെ കാണാൻ പറ്റൂല എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ പ്രത്യേകം ഓർത്തു വെക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ? ട്രഡീഷണൽ അപ്രോച്ചിലെ മൂന്നാമത്തെ സമീപനമാണ് ലീഗൽ അപ്രോച്ച്, അല്ലേ? അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് ആര് ഊന്നൽ കൊടുക്കുന്നത്? ലീഗൽ അപ്രോച്ച് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സമീപനമാണ് പൊളിറ്റിക്കൽ സയൻസിലെ ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലീഗൽ അപ്രോച്ച് രാഷ്ട്രത്തെ നിയമം നിർമ്മിക്കാനും നടപ്പാക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് നോക്കിക്കാണുന്നത്.
ലീഗൽ അപ്രോച്ച് എപ്പോഴും രാഷ്ട്രത്തെ നോക്കിക്കാണുന്നത് നിയമം നിർമ്മിക്കാനും നിയമം നടപ്പാക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ്. അപ്പോൾ ഇവർ ഗവൺമെൻറ്റിനെ പറ്റി പഠിക്കുമ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇല്ലേ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനം കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഈ അപ്രോച്ച് ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ലീഗൽ അപ്രോച്ച് നമ്മുടെ ഭരണഘടനയിലെ വ്യവസ്ഥകളെ പറ്റി പഠിക്കും, സുപ്രീം കോടതിയിലെ നിയമവ്യാഖ്യാനങ്ങൾ പരിശോധിക്കും, ലോകസഭനെ പറ്റി, രാജ്യസഭനെ പറ്റി, സംസ്ഥാന നിയമസഭകളെ പറ്റി, പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ, രാഷ്ട്രപതിൻ്റെ അധികാരങ്ങൾ, ഇതൊക്കെ വിശകലനം ചെയ്യാനാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ലീഗൽ അപ്രോച്ച് ശ്രമിക്കുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നിയമവശങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിയമം നിർമ്മിക്കുന്നതിനും നിയമം നടപ്പാക്കുന്നതിനും കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു അപ്രോച്ചാണ് ഇത് ലീഗൽ അപ്രോച്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇത് പൊളിറ്റിക്കൽ സയൻസിലെ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ ഉൾപ്പെടുന്ന സമീപനമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ ലീഗൽ അപ്രോച്ച് ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട ചിന്തകന്മാരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തത് റോമൻ നിയമജ്ഞനായിരുന്ന സിസേറോ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് നിയമജ്ഞനായിരുന്ന AVDC. അപ്പോൾ AVDC, സിസേറയെ പോലുള്ള പണ്ഡിതന്മാർ ഈ ലീഗൽ അപ്രോച്ചാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർ നിയമവശങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിച്ചത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുമ്പോൾ നിയമവശങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കുന്ന ഒരു അപ്രോച്ചാണ് ഇത് ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നിയമവശങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും മറ്റ് രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലീഗൽ അപ്രോച്ച് നേരിടുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. പൊളിറ്റിക്കൽ സയൻസിലെ ട്രഡീഷണൽ അപ്രോച്ചിൽ 4ാമത്തെ അപ്രോച്ചാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ട് പൊളിറ്റിക്കൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് മാറി, അല്ലേ? അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ലക്ഷ്യത്തിലും രീതിയിലും പഠന മേഖലയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സമീപനം കൂടിയാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠനമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സ്ട്രക്ചറൽ അപ്രോച്ച് എന്നും പലപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ രാഷ്ട്രം, ഗവൺമെൻറ് അല്ലേ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഘടന, അതിൻ്റെ സ്വഭാവമൊക്കെ പഠന വിധേയമാക്കുന്ന ഒരു സമീപനത്തെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ ആയിട്ടാണ് ഈ ഒരു അപ്രോച്ച് വളർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അനുസരിച്ച് ഗവൺമെൻറ്റിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അവർ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതൊക്കെ വളരെ പ്രത്യേകം പഠനവിധേയമാക്കുന്ന ഒരു സമീപനമാണ് അത്. മനസ്സിലായോ? അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റി പഠിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വളരെ വിശദമായിട്ട്, അതിൻ്റെ ഘടന വിശദമായിട്ട് പഠന വിധേയമാക്കുന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതിനെ സ്ട്രക്ചറൽ അപ്രോച്ച് എന്നും നമ്മൾ വിളിക്കാറുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. മനസ്സിലായല്ലോ? ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ വ്യത്യസ്ത ഗവൺമെൻറ്റുകളെക്കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ജനാധിപത്യ, സൈനിക ഭരണമുള്ള എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ്റുകളെ പറ്റിയൊക്കെ അവർ പഠിക്കുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് പഠിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിനെ സ്ട്രക്ചറൽ അപ്രോച്ച് എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ സമീപനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പോൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളെ വളരെ വിശദമായി വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ സയൻസിലെ ഒരു സമീപനമാണ് ഏത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.